നമ്മുടെ റിസർവ് ബാങ്ക് നോട്ട് ഇനി പ്ലാസ്റ്റിക്കിൽ ഇറക്കാൻ പോകുന്നതാണ്. പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ വരാൻ പോകുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ? ലളിതമായ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ പഴയ കാലത്ത് നമ്മൾ ഈ ഇറച്ചിക്കടയിൽ നിന്ന് ഇറച്ചി മേടിക്കുന്ന സമയത്ത് നമ്മുടെ ചേമ്പലയിൽ പൊതിഞ്ഞു തരും. അതെ, നാട്ടൊരു പേപ്പറും പൊതിഞ്ഞു തരും. മനസ്സിലായി. അത് ചിലപ്പോൾ വീടെത്തിയെന്നിരിക്കും, ചിലപ്പോൾ വഴി പോയെന്നിരിക്കും. അത് അതിൻ്റെ ഫസ്റ്റ് പൊതിയുന്നു അതിൽ വെച്ചാൽ. അതെ, പിന്നീട് അത് പ്ലാസ്റ്റിക് കവറിലെത്തി. അപ്പോൾ വീട്ടിലെത്തും എന്നുള്ള കാര്യം സേഫായി. പക്ഷെ പ്ലാസ്റ്റിക് ഒരു മാലിന്യമാണ്, മറ്റത് പ്രകൃതി സൗഹൃദമാണ്. ഈ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്ലാസ്റ്റിക്കിലേക്ക് മാറുന്നതാണ് നല്ലത്. അതിൻ്റെ സൈഡ് എഫക്റ്റ് അതവിടെ കിടക്കട്ടെ, അത് വേറൊരു വിഷയം. അപ്പോൾ നമ്മുടെ റിസർവ് ബാങ്കും അങ്ങനെ ഇപ്പോൾ ചിന്തിക്കുകയാണ്. നമ്മുടെ 10 രൂപ 20 രൂപ നോട്ട് തൽക്കാലം എന്നുള്ളൂ. ഭാവിയിൽ അത് 50 രൂപയോ 100 200 500 ഇപ്പോൾ ഏതാണോ പ്രചാരത്തിലുള്ള അതെല്ലാം ഒരു പക്ഷേ പ്ലാസ്റ്റിക് കറൻസിയിലോട്ട്, പ്ലാസ്റ്റിക് എന്നല്ല, കറക്റ്റ് അതിൻ്റെ പേര് പോളിമർ കറൻസി എന്നാണ് അവർ പറയുക. അപ്പോൾ ആ രീതിയിലോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പം നിലവിൽ നമ്മുടെ കയ്യിലുള്ള 10 20 നോട്ട് പിൻവലിക്കുന്നു എന്ന് അതിനർത്ഥമില്ല. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ എന്താണ് ഇങ്ങനൊരു പരിഷ്കാരത്തിന്റെ കാരണം? പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ 10 20 നോട്ടുകളാണ് ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഇടപാട്, ബാക്കിയുള്ളതെല്ലാം ഇപ്പോൾ ഡിജിറ്റൽ ഇടപാടായതുകൊണ്ട് ഒരുവിധപ്പെട്ട പരിപാടികൾക്കെല്ലാം ഡിജിറ്റലി ഇപ്പോൾ ഇടപാട് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടി മൂല്യമുള്ള നോട്ടുകൾ നമ്മൾ അത് കുറച്ചുകൂടി ഗൗരവത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ 10 20 നോട്ടൊക്കെ നമ്മൾ വഴിയോര കടകളിലോ മീൻ കച്ചവടം നടത്തുന്നിടത്തൊക്കെ ചെറിയ അത് നിരവധിയായി ഇങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നത് കൊണ്ട് അതിൽ കറ പറ്റാനും അഴുക്ക് പറ്റാനും നശിച്ചു പോകാനും കീറിപ്പോകാനും ഇപ്പോൾ അതെ, നമ്മുടെ പോക്കറ്റിലിട്ട് നമ്മൾ അലക്കുന്ന പരിപാടി സ്ഥിരമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നശിച്ചു പോകാൻ സാധ്യതയുള്ളത് ഈ ചെറിയ വാല്യൂവിൻ്റെ നോട്ടാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാൻ നമ്മൾ വിട്ടുപോയി. ഒരു കാലത്ത് നമ്മുടെ ഇടയിൽ 2 രൂപയുടെ 1 രൂപയുടെ 5 രൂപയുടെയൊക്കെ നോട്ട് ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ കാണുന്നില്ല. അതൊക്കെ പോയി അതൊക്കെ നാണയമായി വന്നു. അതിന്റെ കാരണവും ഇതൊക്കെ പെട്ടെന്ന് ചീത്തയായി പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ അതേ ഫോർമാലിറ്റി തന്നെ ഇവിടെ 10 20 പ്ലാസ്റ്റിക് നോട്ടുകൾ വരുന്നു. ഇപ്പോൾ അതിന്റെ പ്രചാരണത്തിന് തത്വത്തിൽ അംഗീകാരം കൊടുത്തു. പരീക്ഷണാടിസ്ഥാനത്തിൽ അത് വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ, ഒന്ന് കൊച്ചി, മൈസൂർ, ജയ്പൂർ, ഷിംല, ഭുവനേശ്വർ, ഇത്തരം സ്ഥലങ്ങളിലാണ് ഇപ്പോൾ അത് വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം രാജ്യത്തിൻ്റെ വിവിധ ഏരിയകളിലുള്ള സ്ഥലങ്ങളാണ്. ചിലയിടത്ത് ചൂടായിരിക്കും, ചിലയിടത്ത് തണുപ്പായിരിക്കും, ചിലയിടത്ത് മഴയായിരിക്കും. അപ്പോൾ ഈ 3 കാലാവസ്ഥാ സാഹചര്യങ്ങളിലും ഈ നോട്ട് ഏത് രീതിയിലാണ് അത് പ്രതികരിക്കുന്നതെന്ന് മനസ്സിലാക്കുക മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ചൂടും മറ്റു കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഏത് രീതിയിൽ ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഏതായാലും വലിയ താമസമില്ലാണ്ട് ഇത് പൊതുവായി നോട്ട് അടിക്കാൻ ടെൻഡർ വിളിച്ചെന്ന് പറയും. അതെ, പൊതുവായി ഇത് വിതരണത്തിനെത്തും എന്നുള്ളതും പറയും. അപ്പൊ ചേട്ടൻ പറഞ്ഞത് കാര്യം ശരിയാണ്. നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് റിസർവ് ബാങ്ക് ആണ് ഈ നോട്ടുകൾ ഇറക്കുന്നത് നമുക്ക് അറിയാം. ഇപ്പൊ റിസർവ് ബാങ്ക് ഇതിനു വേണ്ടി വേറൊരു കൺസേണിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ പേര് ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ്, BRBNMPL. അപ്പോൾ ഇവർ ഈ പ്ലാസ്റ്റിക് കറൻസി അടിക്കാനായിട്ടുള്ള പോളിമർ ഷീറ്റുകൾ വിദേശത്തു നിന്നാണ് കൊണ്ടുവരേണ്ടത്. അതിന്റെ ടെൻഡർ വിളിച്ചതൊക്കെ ആവശ്യാനുസരണം എത്തിക്കാനായിട്ടുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് പൊതുവേ ഇത് സർക്കുലേറ്റ് ചെയ്യാനായിട്ട് തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഈ പറയുന്ന ഈ സ്ഥാപനം മതിയായ കറൻസികൾ അച്ചടിച്ചെന്നും അല്ലെങ്കിൽ അത് അച്ചടിക്കാനായിട്ടുള്ള പോളിമർ ഷീറ്റുകൾ യഥാവിധി അവിടെ സംഭരിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഇതങ്ങോട്ട് സർക്കുലേറ്റ് ചെയ്യാൻ പോവുള്ളൂ. ഇനി നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഇത് 10 20 നോട്ടുകൾ പെട്ടെന്ന് ചീത്തയായി പോകുന്നു. അപ്പോൾ അതിന് പരിഹാരം എന്ന നിലയിലാണ്. ഇതിന് കുറച്ചുകൂടി ഗൗരവത്തിൽ ചിന്തിച്ചാൽ പിടിക്കപ്പെടാതെ പോകുന്ന കള്ളനോട്ടിലേറെയും 10 20 ഇപ്പോൾ 200 500 ഒരു നോട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മനുഷ്യ സഹജമായ ഒരു വാസന വെച്ച് നമ്മൾ നോക്കും, ഇത് ഒറിജിനലാണോ വ്യാജനാണോ. അത് കാര്യം അതിന്റെ മൂല്യം കുറച്ച് കൂടുതലായതുകൊണ്ടാണ്. എന്നാൽ ഈ 10 20 കള്ളനോട്ട് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അധികം ശ്രദ്ധിക്കില്ല. പലയിടത്തും അങ്ങനെ സംഭവം ഉണ്ടായി. കുറച്ചു കാലം മുമ്പ് വരെ ഈ ചില സ്കൂൾ മുറ്റങ്ങളിൽ വിൽക്കുന്ന കോലുമിഠായിയുടെ കൂടെ ഇതേപോലെയുള്ള ചെറിയ മൂല്യത്തിന്റെ കറൻസി നോട്ടുകൾ ഒരു ഗിഫ്റ്റ് പോലെ കൊടുക്കാറുണ്ട്. ചിലർ അത് ഒറിജിനൽ കറൻസിയാണ് തെറ്റിദ്ധരിച്ച് ഇടപാട് നടത്തിയതുമുണ്ട്. പക്ഷേ അത് അത്ര വലിയ വാർത്തയൊന്നും ആയിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു വാസ്തവമുണ്ട്. നമ്മൾ ഈ ചെറിയ മൂല്യത്തിന്റെ നോട്ടാണ് കൈ വരുന്നതെങ്കിൽ കള്ളനോട്ടാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അത് വാസ്തവമാണ്. പക്ഷെ മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്.
ഈ 10-ന്റെയും 20-ന്റെയും കള്ളനോട്ട് അധികം ഇറക്കാനായിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ താല്പര്യവും കാരണം 10-ന്റെയും 20-ന്റെയും കള്ളനോട്ട് ഇറക്കുന്നതും 200-ന്റെയും 500-ന്റെയും കള്ളനോട്ട് എടുക്കുന്നതും റിസ്ക് സെയിം ആണ്. പണി ഒന്ന് തന്നെ. അപ്പൊ കൂടുതൽ ലാഭം കിട്ടാൻ സാധ്യത 500-ന്റെ കള്ളനോട്ട് ഇറക്കുന്നതാണ്. കാര്യം ചെറിയ മുതൽ മുടക്കിന് അത്രയും കിട്ടുമല്ലോ, അതാണ് ഇതിന്റെ ലോജിക്ക്. അപ്പൊ ഇത് ഒരു വാസ്തവമാണ്, നമ്മുടെ കണ്ണിൽപ്പെടാതെ ഇപ്പം ബാങ്കിൽ തന്നെ എത്തപ്പെടുന്ന കള്ളനോട്ടുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അവരുടെ കയ്യിൽ എത്തപ്പെടുന്നത് 200-ന്റെ 500-ന്റെ കള്ളനോട്ടാണ്. ഇതൊന്നും അങ്ങോട്ട് എത്താറ് പോലും ഇല്ല, പക്ഷെ അത് ഇല്ലാന്ന് നമുക്ക് പറയാനും പറ്റില്ല. അപ്പൊ അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ 10-ന്റെ 20-ന്റെ ഒക്കെ നാണയങ്ങളൊക്കെ ഇപ്പൊ ഇറക്കുന്നത്. അതൊരു പരിധി വരെ അതിന്റെ വ്യാജന ഒരു പരിധി വരെ അതിന്റെ വ്യാജന ഇറക്കുക ഇത്തിരി പാടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. ഇനി കുറച്ച് കാര്യം കൂടി പറഞ്ഞു തരാം. ഇപ്പോൾ ഈ 10-ന്റെയും 20-ന്റെയും നോട്ട് പെട്ടെന്ന് ചീത്തയായി പോകുമെന്ന് പറഞ്ഞില്ലേ, കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം നമ്മുടെ റിസർവ് ബാങ്കിന് 2000 കോടിയുടെ ഈ 10-ന്റെയും 20-ന്റെയും നോട്ടുകൾ നശിപ്പിക്കേണ്ടി വന്നു. കാര്യം ഇത് ചീത്തയായി പോകുന്നത് ഇട്ടിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ, അത് കത്തിച്ച് കളയുക എന്നല്ലാണ്ട് വേറെ നിർവാഹമില്ല. അപ്പൊ അത് റീപ്ലേസ് ചെയ്യണമല്ലോ. അപ്പൊ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് 5000 കോടി വീണ്ടും ചെലവാക്കേണ്ടി വന്നു. കാര്യം അതിന്റെ അതേ മൂല്യം പ്ലസ് അതിന്റെ പ്രിന്റിംഗ് ചാർജ്. അപ്പൊ ഇത് വലിയൊരു നഷ്ടക്കച്ചവടമാണ്. അപ്പൊ ഈ രീതിയിൽ ഒരു പ്രശ്നമുണ്ട്. ഇനി എന്തുകൊണ്ട് രാജ്യം ഈ പ്ലാസ്റ്റിക് നോട്ടുകളെ കുറിച്ച് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഏത് നോട്ടിനും അതിനൊരു കാലാവധിയുണ്ട്. ഒരു പ്രായം കഴിയുമ്പോൾ അത് കാലഹരണപ്പെട്ടത് റീപ്ലേസ് ചെയ്യണം, പുതിയത് അച്ചടിച്ചിറക്കുകയും വേണം. ഏതായാലും കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മുടെ രാജ്യത്തില് 6373 കോടി രൂപയാണ് നോട്ട് അച്ചടിക്കാൻ വേണ്ടി മാത്രം ചെലവായത്. അപ്പോ നിലവിലുള്ള കറൻസി നോട്ടുകളുടെ പോരായ്മ അതിന്റെ കാലദൈർഘ്യം കുറവാണെങ്കിൽ അതിന്റെ കാലദൈർഘ്യം കൂട്ടുക എന്നുള്ളതാണ് പ്ലാസ്റ്റിക് കറൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കുറച്ച് കാര്യം കൂടി പറഞ്ഞു തരാം. ഇത് വേറെ രാജ്യങ്ങളിലും ഉണ്ട്. ഇത് തുടങ്ങിയിരിക്കുന്ന ഓസ്ട്രേലിയ, UK അതേപോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ അവിടെയൊക്കെ ചെറിയ നോട്ട് മാത്രമല്ല വലിയ നോട്ടും ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ ഈ UPI ട്രാൻസാക്ഷൻ ഒക്കെ കുറവാണ്. ഇപ്പൊ നമ്മുടെ രാജ്യം എന്തുകൊണ്ട് ഈ 10-ഉം 20-ന്റെയൊക്കെ നോട്ടിന് പ്ലാസ്റ്റിക് കറൻസി ഇറക്കുന്നു, മറ്റേത് തൽക്കാലം വേണ്ടാന്ന് വെക്കാൻ കാരണം നമ്മുടെ നയം മറ്റുള്ള ഇടപാടുകളൊക്കെ ത്രൂ ബാങ്ക് ആയിരിക്കണം. കാര്യം ഭീമമായ തുകയുടെ ഇടപാടുകളൊക്കെ നടക്കുന്നത്. അപ്പൊ ത്രൂ ബാങ്ക് ആണെങ്കിൽ കള്ളപ്പണ ഇടപാടുകൾ വളരെ വളരെ കുറയ്ക്കാം ബാങ്കുകൾ വഴി. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ബാങ്കിങ് ട്രാൻസാക്ഷൻ ആണ് രാജ്യം പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ വലിയ നോട്ടുകൾ തൽക്കാലം ഇപ്പൊ വേണ്ടാന്ന് തീരുമാനിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് കറൻസിക്ക് ഇത്ര പ്രാധാന്യം കിട്ടാൻ കാരണം? ഒന്ന്, അത് കീറില്ല. പിന്നെ വെള്ളം നനഞ്ഞാൽ പ്രശ്നമില്ല. ഇനിയിപ്പോൾ നമ്മുടെയൊക്കെ 10-ന്റെയും 20-ന്റെയും നോട്ട് ചിലരുടെയൊക്കെ പ്രേമലേഖനങ്ങൾ വരെ കാണും. അത് ആസ് പെർ ദ ലോ അങ്ങനെ ഒരു കുത്തോ കോമയോ പോലും അതിൽ ഉണ്ടാകാൻ പാടില്ല. ചിലർ എണ്ണി തിട്ടപ്പെടുത്തി നമ്പർ എഴുതി വെക്കും, അതുപോലും പാടില്ല. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കറൻസിയിൽ അങ്ങനെ എഴുതിയാൽ പോലും നമുക്കത് മായ്ച്ചു കളയാൻ പറ്റും. അത് 2. പിന്നെ ഈ കള്ളനോട്ടുകളെ പരമാവധി ഒഴിവാക്കാം. കാര്യം ഈ പേപ്പർ അച്ചടിക്കുന്നത് പോലെ ഈസി അല്ല പ്ലാസ്റ്റിക്കിൻ്റെ കറൻസി ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ആയുസ് കണക്കാക്കുന്നത് 2.5 വർഷം മുതൽ 4 വർഷം വരെ, അല്ലെങ്കിൽ 2.5 മടങ്ങ് മുതൽ 4 മടങ്ങ് വരെ ഇതിന് ആയുസ്സുണ്ട് എന്നുള്ളതാണ് മറ്റ് കറൻസികളെ. എന്നാൽ സാധാരണ കറൻസിക്ക് ആയുസ് 1 മുതൽ 2 വർഷം വരെയാണ് ആയുസ് ശരാശരി കണക്കാക്കുക. അതായത് 10-ന്റെയും 20-ന്റെയും നോട്ടിന് അത്രയാണ് ഒരു ആയുസ് കണക്കാക്കി വെക്കുന്നത്. പിന്നെ ഇത് ഒരുപാട് സുരക്ഷാ കാര്യങ്ങളുണ്ട്. കാര്യം നമ്മുടെ നോട്ടിൽ ഒരു ബ്ലാങ്ക് ഏരിയ ഉണ്ടാവും, ഒരു വെളുത്ത പ്രതലം. ഇപ്പൊ പ്ലാസ്റ്റിക് കറൻസിയിലാണെങ്കിൽ അതിൽ ആ സുതാര്യമായ മേഖലയിൽ ഡിജിറ്റലി എന്തെങ്കിലും ചിത്രങ്ങളോ സുരക്ഷാ കോഡുകളോ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. കൂടാതെ കുറെ കൂടി സുരക്ഷ ഉറപ്പാക്കാനായിട്ട് അതിൽ മെറ്റാലിക് ആയിട്ടുള്ള എന്തെങ്കിലും സംഗതികൾ അടക്കം ചെയ്യാൻ സാധിക്കും. പിന്നെ മാഗ്നറ്റിക് ത്രെഡുകൾ, അതായത് ചെറിയ നൂലഴകൾ പോലെയുള്ള നമ്മുടെ കണ്ടു നോക്കിയാൽ ചിലപ്പോൾ കാണണമെന്ന് വരില്ല, അതേപോലുള്ള സംഗതികളൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ ഷാഡോ ഇമേജുകൾ, ഈ ചില കറൻസികൾ ഇങ്ങനെ അതിന്റെ നിഴൽ രൂപത്തിൽ ഗാന്ധിജിയുടെ ചിത്രം പോലെയുള്ള സംഗതികളൊക്കെ കാണാറുണ്ട്. അതേപോലെയുള്ള സംഗതികളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇനി ഒക്കെ പോട്ടെ, നമ്മുടെ കഷ്ടകാലത്തിന് ഈ പ്ലാസ്റ്റിക് കറൻസി കീറിപ്പോയെന്ന് ഇരിക്കട്ടെ, അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അങ്ങനെയാണേലും കുഴപ്പമില്ല, റിസർവ് ബാങ്ക് അത് ഏറ്റെടുത്തിട്ട് അത് റീസൈക്കിൾ ചെയ്യുക. മറ്റേ നോട്ടുകൾ കത്തിച്ച് കളയുകയാണെങ്കിൽ ഇത് റീസൈക്കിൾ ചെയ്തിട്ട് വല്ല കളിപ്പാട്ടമായിട്ടോ നോട്ട് നിറമെങ്കിലുണ്ടാവും. അതായത് ഏത് നോട്ടിനും കാലാവധി ഉണ്ടാവുമല്ലോ. ഇതിന് സാധാരണ പേപ്പർ കറൻസിയേക്കാൾ ഈടുണ്ട് എന്ന് വെച്ചാൽ ഇത് ആജീവനാന്തകാലം നിലനിൽക്കുന്നുള്ള അവകാശം കുറച്ചുകൂടി ഈടുണ്ട്. ഇനി റിസർവ് ബാങ്ക് നേരിടുന്ന ഒരു മറ്റൊരു വെല്ലുവിളി, ഇപ്പൊ നമ്മുടെ ATM മെഷീനുകൾ അല്ലെങ്കിൽ ബാങ്കിൽ ഉപയോഗിക്കുന്ന മറ്റേ കൗണ്ടിങ് മെഷീനുകളെല്ലാം തന്നെ നിലവിലുള്ള പേപ്പർ കറൻസി വെച്ചുകൊണ്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ
തൽക്കാലം ഇപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ടെൻഷൻ ഇല്ല. കാരണം ATM-ൽ നമ്മൾ 10-ന്റെയോ 20-ന്റെയോ നോട്ട് നമ്മൾ നിക്ഷേപിക്കുന്ന പരിപാടി തൽക്കാലം ഇല്ല. വളരെ കുറവാണ്, ചില കിട്ടാറില്ല. ബാങ്കുകൾ മാത്രമേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ATM മെഷീനുകൾ ആ തരത്തിൽ റീഡിസൈൻ ചെയ്യുന്നത് ഒരു ബാധ്യതയാകും. അതേപോലെ ബാങ്കുകളിൽ ഉപയോഗിക്കുന്ന അത്തരം കൗണ്ടിങ് മെഷീനുകൾ അതും റീഡിസൈൻ ചെയ്യുന്ന ഒരു, പിന്നെ ഇത് പേഴ്സിൽ കൊണ്ടുപോകാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ല അങ്ങനെയില്ല. ഇത് പേപ്പർ കറൻസി പോലെ തന്നെ മടക്കുകയും തിരിക്കുകയും അങ്ങനെ അത് ഈ പേപ്പർ കറൻസി ആയതുകൊണ്ട് നമ്മുടെ ATM കാർഡ് പോലെ ഇരിക്കും എന്നുള്ള വിചാരമൊന്നുമില്ല. സാധാരണ കറൻസി തന്നെ, പക്ഷെ ഒരു പ്ലാസ്റ്റിക്, അത് കാഴ്ചയിൽ തന്നെ അത് പ്ലാസ്റ്റിക്. അതെ, വളരെ നേർത്ത നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, മടക്കുകയും തിരികുകയും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ തുടക്കത്തില് 200 കോടി രൂപയുടെ നോട്ട്, 10-ന്റെ 200-ന്റെ 200 കോടി, അതായത് 10-ന്റെ 100 കോടി മൂല്യത്തിന്റെ 20-ന്റെ 100 കോടി, അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ഈ നഗരങ്ങളിൽ തൽക്കാലം ഉപയോഗിക്കുക എന്നുള്ളതാണ് തൽക്കാലം തീരുമാനമെടുത്തേക്കുന്നത്. പിന്നെ അതിന്റെ ഒരു ടെസ്റ്റിംഗ് പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. കൊച്ചിയിലുണ്ട്, നമ്മുടെ തൊട്ടടുത്ത് കൊച്ചിയിലുണ്ട്. അത് തെരഞ്ഞെടുക്കപ്പെട്ട ബാങ്കുകളിലായിരിക്കും. നമ്മൾ ചെന്ന് ആവശ്യപ്പെട്ടാൽ അവർ തരും. അപ്പോൾ അതിന്റെ ഒരു പ്രതികരണവും മറ്റു കാര്യങ്ങളും, ഇത് അൾട്ടിമേറ്റ് അല്ല. ആത്യന്തികമായിട്ട് പൊതുജനങ്ങളാണ് ഇത് സ്വീകരിക്കേണ്ടത്. അവരിൽ എന്തെങ്കിലും ഉപയോഗിച്ചതിന് ശേഷം എന്തെങ്കിലും പ്രശ്നമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യ കാലങ്ങളിൽ കിട്ടിയ വോട്ടർ തിരിച്ചറിയൽ കാർഡുകൾ ലാമിനേറ്റ് ചെയ്ത് നമ്മൾ കരുതിയത് അത് ആജീവനാന്തകാലം അതേപോലെയൊക്കെ നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ പൊളിഞ്ഞു വരുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായി. അപ്പം അതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതിനുണ്ടാകുമോ, നിരന്തരമായി ഉപയോഗിക്കുന്നതിന്റെ ഫലമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അറിയില്ല. എന്തായാലും ഉപയോഗിച്ച് നോക്കാനായിട്ടുള്ള അവസരം എന്ന രീതിയിലാണ് തന്നേക്കുന്നത്. വലിയ താമസം ഇല്ലാണ്ട് ഇത് നമ്മുടെയൊക്കെ ഇടയിൽ ഇത് സാർവത്രികമാകും. ക്രമേണ ഈ പേപ്പർ കറൻസി നമ്മുടെ ഇന്ന് പിൻവലിഞ്ഞ് ഇത് തന്നെ ആകാനാണ് സാധ്യത. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഇതുകൊണ്ട് പ്രാഥമികമായിട്ട് ഇപ്പോൾ പേപ്പർ നോട്ട് അച്ചടിക്കുന്നതിനേക്കാൾ ഇതിന് ചെലവ് കൂടുതലാണ്. ഒരു 30 മുതൽ 60% വരെ ഈ പ്ലാസ്റ്റിക് കറൻസി അച്ചടിക്കാൻ ചെലവ് കൂടുതലാണ്. പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ മറ്റേ പേപ്പർ കറൻസി ഒരു 2-3 തവണ അച്ചടിക്കുന്ന സമയം കൊണ്ട് ഇത് ഒരു തവണ അച്ചടിച്ചാൽ മതിയാവും. അപ്പൊ അത്രയും കാലാവധി ഇതിന് ആയുർദൈർഘ്യം ഉള്ളത് കൊണ്ട് മൊത്തത്തില്, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ തുടക്കത്തിൽ റിസർവ് ബാങ്കിന് നല്ലൊരു എമൗണ്ട് ചെലവാകുന്നുണ്ട്. പക്ഷെ ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അതിന്റെ പ്രയോജനങ്ങൾ ഏറെയാണ്. പിന്നെ കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറും.